ഒരു കേരള സ്റ്റേറ്റ് വണ്ടിയാണ് ഈ ഹസാർഡ് ലൈറ്റ് ഇട്ടിട്ട് പോകുന്നത്. അതായത് വളരെ സ്ലോയിൽ. ആ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, പുള്ളി യാതൊരു വിധമായ ഇൻഡിക്കേഷനും കൊടുക്കാതെ ലെഫ്റ്റ് ട്രാക്കും റൈറ്റ് ട്രാക്കിലും ഒക്കെ വണ്ടി കയറ്റുന്നുണ്ട്. അപ്പം കേരള സ്റ്റേറ്റ് 5 ആരുടെ വണ്ടിയാണെന്നൊക്കെ നിങ്ങൾ തന്നെ കണ്ടുപിടിച്ചു. അപ്പം വളരെ റോങ് ആയിട്ടുള്ളൊരു ഡ്രൈവിംഗ് ആണ് പുള്ളി കാണിക്കുന്നത്. അപ്പം ഇതേപോലുള്ള ഡ്രൈവർമാർ ഇങ്ങനെ കാണിക്കുമ്പം പുതുതായിട്ടുള്ള ആൾക്കാർ കാണിക്കുന്നതിൽ യാതൊരു വിധമായ തെറ്റും പറയാൻ പാടില്ല, കാരണം അറിവില്ലായ്മയാണ്. അപ്പം ഇങ്ങനൊരു വീഡിയോ ചെയ്യാനുള്ള മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹസാർഡ് ലൈറ്റിൻ്റെ ഈ ഒരു ദുരുപയോഗമാണ്. എന്താണ് ഹസാർഡ് ലൈറ്റ്? ഹസാർഡ് എന്ന് വെച്ചാൽ എന്താണ്? ഹസാർഡ് ലൈറ്റ് എന്തിനാണ് യൂസ് ചെയ്യണമെന്ന് അറിയാത്ത കുറേ ന്യൂജൻ ഡ്രൈവർമാരും അതുപോലെ തന്നെ അറിവില്ലാത്ത കുറേ ഡ്രൈവർമാരുമാണ് നമ്മുടെ നാട്ടിലൂടെ വണ്ടി ഓടിച്ചു പോണത്. ഈ വീഡിയോ ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. കാരണം ഒരു 4 കൂടിയ ജംഗ്ഷനിൽ സ്ട്രെയിറ്റ് പോകണമെങ്കിൽ ഹസാർഡ് ലൈറ്റ് യൂസ് ചെയ്ത് പോകുന്ന പുതിയ തലമുറ. ഹസാർഡ് ലൈറ്റ് എന്തിനാണെന്ന് അറിയാതെയാണ് ഇവർ വണ്ടി ഓടിക്കുന്നത്. ഇതിൽ മെയിൻ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ അറിവില്ലായ്മ ഒന്നത്തെ കാര്യമാണ്. പിന്നെ വേറൊരു കാര്യം, ഡ്രൈവിംഗ് സ്കൂളിൽ ഈ ഹസാർഡ് ലൈറ്റ് എന്തിനാണെന്ന് പ്രോപ്പറായിട്ട് പറഞ്ഞു കൊടുക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഹസാർഡ് ലൈറ്റ് എന്തിന് യൂസ് ചെയ്യണമെന്ന് ആരുടെടുത്തും പറഞ്ഞു കൊടുക്കുന്നില്ല. അതാണ് മെയിൻ ഒരു ഇഷ്യൂ. അപ്പം ഇത് പൊതുവേ കുറേ പേര് ചെയ്യുന്നുണ്ട്. ഇപ്പം വലിയ എക്സ്പീരിയൻസ് ഉള്ള ഡ്രൈവർമാർ പോലും ഈ സാധനം അറിയാതെ ചെയ്യുന്നുണ്ട്. അതായത് ഹസാർഡ് ലൈറ്റ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ഇനിയെങ്കിലും അറിവില്ലായ്മ കൊണ്ടാണ് ഇത് ചെയ്യുന്നതെങ്കിൽ എൻ്റെ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ഈ ഹസാർഡ് ലൈറ്റ് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുക. ഒന്ന്, ഹസാർഡ് ലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുമ്പിൽ നമ്മൾ വാഹനം ഓടിച്ചു പോകുമ്പം നമ്മുടെ മുമ്പിൽ എന്തെങ്കിലും തടസ്സമോ അല്ലെങ്കിൽ നമ്മുടെ വാഹനം ഓടിച്ചു പോകാൻ പറ്റാത്ത രീതിയിൽ എന്തെങ്കിലും റോഡിൽ തടസ്സങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ നമുക്ക് ബാക്കിൽ വരുന്ന വാഹനങ്ങൾക്ക് ഒരു മുന്നറിയിപ്പ് കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഹസാർഡ് ലൈറ്റ് യൂസ് ചെയ്യുന്നത്. പറയുന്ന പോലെ മൂടൽ മഞ്ഞ് അല്ലെങ്കിൽ പൊടി പിടിച്ച അന്തരീക്ഷം, നമുക്ക് റോഡിൻ്റെ വിസിബിലിറ്റി നമുക്ക് കാണാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ നമുക്ക് ഹസാർഡ് ലൈറ്റ് യൂസ് ചെയ്യാം. കാരണം നമ്മുടെ വാഹനം കടന്നു പോകാൻ കുറച്ച് പ്രയാസമാണ് എന്നുള്ളത് പിറകെ വരുന്ന വാഹനങ്ങൾക്ക് കൊടുക്കുന്ന ഒരു മുന്നറിയിപ്പാണ് ഹസാർഡ്. ഇനി അതുപോലെ തന്നെ 2, നമ്മുടെ വാഹനത്തിന് മുമ്പിൽ നമ്മൾ ഓടിച്ചു പോകുന്ന വാഹനത്തിന് മുമ്പിൽ എന്തെങ്കിലും വാഹന അപകടങ്ങളോ അല്ലെങ്കിൽ റോഡിൽ വേറെ എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ വാഹനം സ്ലോ ചെയ്ത് പോകേണ്ട സാഹചര്യമാണെങ്കിൽ നമുക്ക് ഹസാർഡ് ലൈറ്റ് അവിടെ യൂസ് ചെയ്യാം. കാരണം ബാക്കിൽ വരുന്ന വാഹനങ്ങൾക്ക് അതൊരു മുന്നറിയിപ്പാണ്. എന്തെങ്കിലും അപകടത്തിൽപ്പെടുകയോ അല്ലെങ്കിൽ നമ്മുടെ വാഹനത്തിന് എന്തെങ്കിലും തകരാറോ ബ്രേക്ക് ഡൗണോ ഉണ്ടായി കഴിഞ്ഞാൽ വാഹനം ഓടിക്കാൻ പറ്റാത്ത സാഹചര്യമായി കഴിഞ്ഞാൽ നമ്മൾ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ടതിന് ശേഷം വണ്ടി സൈഡാക്കിയിട്ട് നമുക്ക് ഹസാർഡ് ലൈറ്റ് യൂസ് ചെയ്യാം. ഹസാർഡ് ലൈറ്റ് നമുക്ക് ഇട്ട് കൊടുക്കാം. കാരണം പുറകെ വരുന്ന വാഹനങ്ങൾക്ക് അതൊരു മുന്നറിയിപ്പാണ്, മുമ്പിൽ കിടക്കുന്ന വാഹനത്തിന് എന്തോ തകരാറുണ്ട്, അതുകൊണ്ടാണ് ഹസാർഡ് യൂസ് ചെയ്യുന്നത് എന്നാണ് ഇതിൻ്റെ ഒരു പ്രോപ്പറായിട്ടുള്ള റീസൺ. ഇത് അറിയാതെ കുറേ ന്യൂജൻ പുതിയ പിള്ളേരാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യണത്. ആ ഒരു വണ്ടി എടുത്ത് ലൈസൻസ് കിട്ടി പിറ്റേന്ന് പോലെ വണ്ടി എടുത്തങ്ങ് പറപ്പിച്ച് കഴിഞ്ഞിട്ട് ഞാൻ എല്ലാം തികഞ്ഞു എന്നാണ് ഇവർ കാണിക്കണത്. അതിനകത്ത് മെയിനായിട്ട് ഇവർ കാണിക്കുന്ന ഒരു മെയിൻ സംഭവമാണ് ഈ ഹസാർഡ് ലൈറ്റ്. അതായത് പാട്ടൊക്കെ ഇട്ട് വണ്ടി പതുക്കെ പോകുമല്ലോ, നമ്മൾ ഇപ്പം നോർമലി ഒരു സോങ് ഒക്കെ ഇട്ട് കൂട്ടുകാരോടെ എൻജോയ് ചെയ്ത് വണ്ടി സ്ലോയിൽ ഓടിക്കുമ്പം ഇവർ ഹസാർഡ് ലൈറ്റ് അങ്ങ് യൂസ് ചെയ്യും. എന്നിട്ട് ഞാൻ പതുക്കെയാണ് പോകുന്നതെന്ന് കാണിക്കാൻ വേണ്ടി ഹസാർഡ് ലൈറ്റൻസ്. തെറ്റാണ് മക്കളെ. അതുപോലെ തന്നെ 4 മുക്ക് എന്ന് വെച്ചാൽ 4 കൂടി ഒരു ജംഗ്ഷനിൽ എനിക്ക് സ്ട്രെയിറ്റ് പോകണം, ഞാൻ ഹസാർഡ് ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും ഞാൻ നേരെ പോവുകയാണെന്ന്. രണ്ടാമത്തെ റോങ് കാര്യമാണ്, ഒരു വിലയും കിട്ടൂല. നിങ്ങൾക്ക് വിവരമില്ല, അതുപോലെ അറിവില്ലായ്മയുടെ ഒന്നാമത്തെ കാര്യമാണ് നിങ്ങൾ ആ കാണിക്കുന്നത്. ഇതെല്ലാവർക്കും മനസ്സിലാവും. അപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. ലൈറ്റ് യൂസ് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാകുമ്പോൾ ചെയ്യേണ്ടത്. അപ്പം ഇനിയെങ്കിലും ഈ വീഡിയോ കാണുന്നവർ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. കാരണം ഇത് പുറമേ വരുന്ന ഡ്രൈവർമാർക്ക് വളരെ അരോചകമാണ് നിങ്ങൾ ഈ കാണിക്കുന്ന പരിപാടി. എന്തെങ്കിലും റീസൺ ഉണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾ ഹസാർഡ് ലൈറ്റ് ഇട്ട്, അതിനുള്ള റീസൺ ഉണ്ടെങ്കിൽ നിങ്ങൾ ഹസാർഡ് ലൈറ്റ് നിങ്ങൾ ഇട്ടോ, കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.